ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവന്നൂർ. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരുപാടൊക്കെ സംശയമുണ്ട്, സ്റ്റാൻഡേർഡ് വേണോ ക്ലാസിക് വേണോ എന്നുള്ളത്. ഇപ്പോൾ യൂസ്ഡ് മാർക്കറ്റിൽ എടുക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ആയിരിക്കുന്ന സമയമാണ് സ്റ്റാൻഡേർഡ് ആണോ നല്ലത് ക്ലാസിക് ആണോ നല്ലത് എന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഡീറ്റെയിൽസാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ തരാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഉപയോഗിക്കുക 2012 മോഡൽ സ്റ്റാൻഡേർഡാണ് വണ്ടിയിൽ. ഇതൊന്ന് ഓടിച്ച് നോക്കട്ടെ. ഇത് എനിക്കിത് ഇരുന്ന് കഴിഞ്ഞാൽ കാല് കറക്റ്റ് താഴോട്ട് റെഡിയാണ്, യാതൊരു കുഴപ്പമില്ല. അത് ഹൈറ്റ് വൈസ് നോക്കുകയാണ് ക്ലാസിക്കോ സ്റ്റാൻഡേർഡോ ഏതാണ് നല്ലതെന്നാണ് ആദ്യം നോക്കുന്നത് കേട്ടോ. ആദ്യം എൻ്റെ കാല് കറക്റ്റാണ് ഇതിന്. ഞാൻ 2012 വണ്ടി തന്നെ എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇതിൻ്റെ ആ ഒരു ഫ്ലോ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് കോസ്മെറ്റിക്കൽ, അതായത് വണ്ടിക്ക് പെയിൻറ്റിങ് ആ ഒരു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വണ്ടി വൃത്തിയൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ള മെക്കാനിക്കലി കറക്റ്റായിട്ട് വർക്ക് എടുക്കുന്ന ആളെ വണ്ടിയാണത് കേട്ടോ. അപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ കൂടെ വന്ന് തീർത്ത് പോണ ഒരാളാണ്. കോസ്മെറ്റിക്കൽ ഒന്നും ശ്രദ്ധിക്കാറില്ല പിന്നെ കസ്റ്റമർ. കംഫർട്ട് മാത്രമേ നോക്കുന്നുള്ളൂ. ഇത് നോക്കുകയാണെങ്കിൽ ടോപ്പ് ഗിയറിലാണ് പോയി വണ്ടി ഇടിക്കാതെ പോകുന്നത് കേട്ടോ. നോക്കുക 30 സ്പീഡിലാണ് ഈ വണ്ടി പോകുന്നത്. കണ്ടൊരു യാതൊരു വണ്ടിയുടെ എഞ്ചിൻ ഇടിപ്പോ കാര്യങ്ങളോ പിടിച്ചു വലി ഒന്നുമില്ലാതെ വണ്ടി 30 സ്പീഡിലാണ് ഈ വണ്ടി പോകുന്നത്. നോക്കുക, ടോപ്പ് ഗിയറിലാണ് വണ്ടി ഉള്ളത്. അപ്പോൾ റോയൽ എൻഫീൽഡ് ക്ലാസിക് വേണോ സ്റ്റാൻഡേർഡ് വേണോ, പല ആളുകളും ക്ലാസിക്കും സ്റ്റാൻഡേർഡും ഒരു അമ്മയുടെ മകനാന്നൊക്കെ റീൽസ് ഇതൊക്കെ ഞാൻ കണ്ട് രണ്ടും ഒരുപോലെയാണ്, ഹൈറ്റ് മാത്രമേ മാറ്റുള്ളൂ എന്നുള്ളത്. പക്ഷെ അങ്ങനെ അല്ല. ക്ലാസിക്കും സ്റ്റാൻഡേർഡും റോയൽ എൻഫീൽഡ് തന്നെ ഒരു വണ്ടിയാണെങ്കിലും കൂടെ രണ്ടും രണ്ട് പെർഫോമൻസാണ് നമുക്ക് കാഴ്ചവെക്കുന്നത് കേട്ടോ. ഇപ്പോൾ ക്ലാസിക് തന്നെ ആ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ ബേസ് എൻട്രി ലെവലിൽ ഒരു ബൈക്കായിരുന്നു റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും വില കുറഞ്ഞ ഒരു ബൈക്ക് എന്നുള്ളത്. സ്റ്റാൻഡേർഡ് ഏറ്റവും വില കുറഞ്ഞ റോയൽ എൻഫീൽഡ് ഒരു മോഡലായിരുന്നു സ്റ്റാൻഡേർഡ് വണ്ടി. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ആളുകൾ ഈ ഒരു വണ്ടി സെലക്ട് ചെയ്യാൻ കാരണം ഇപ്പോൾ അതുമായിരിക്കാം. പക്ഷേ എങ്കിലും ബുള്ളറ്റ് എന്നതിലേക്ക് പോകുന്ന സമയത്ത് പഴയ CI എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്തിട്ട് UC എഞ്ചിനിലേക്ക് പൂർണ്ണമായിട്ട് വരുമ്പോൾ ഒരു ബുള്ളറ്റ് എന്നതിലേക്ക് പോകുന്ന ആളുകൾ കൂടുതലായിട്ട് സ്റ്റാൻഡേർഡാണ് സെലക്ട് ചെയ്യുക. കാരണം ബുള്ളറ്റിൻ്റെ ആ ഒരു റെട്രോ സ്റ്റൈൽ കീപ്പ് ചെയ്തുകൊണ്ട് അതേ ഡിസൈനിലെ എഞ്ചിൻ മാത്രം മാറ്റം വരുത്തിയുള്ളൊരു വണ്ടിയായിരുന്നു സ്റ്റാൻഡേർഡ് തുടക്കത്തിൽ. പിന്നാണ് ചെറിയ രീതിയിൽ കോസ്മെറ്റിക് ചേഞ്ചൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിലാണെങ്കിലും കറക്റ്റ് ആ ഒരു പഴയ ബുള്ളറ്റിൻ്റെ ഹാൻഡിലാണ് വെച്ചേക്കുന്നത്. CI എഞ്ചിൻ്റെ ഹാൻഡിലാണ് ഇപ്പോൾ ഇതിൽ കൊടുത്തത്. അത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ഇപ്പോൾ ഹൈറ്റ് കാര്യങ്ങളൊന്നും അല്ല. ഒരു 19 ഇഞ്ച് ടയറാണ് ബാക്കിൽ വരുന്നത്. ക്ലാസിക്കിന് തന്നെ 18 ഇഞ്ച് ടയറാണ്. ആ ഹൈറ്റ് കാര്യങ്ങളൊന്നുമല്ല. ഇതിൻ്റെ പോരായ്മ ഒന്ന് മാത്രമേ ഉള്ളൂ, ഡിസ്ക് ബ്രേക്കും സെൽഫ് സ്റ്റാർട്ടും ഇല്ല എന്നുള്ളത്. ഞാൻ വീഡിയോ കൂടുതലായിട്ട് പിന്നെ ഓടിച്ച് കൊണ്ടുപോയിട്ട് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ ഡിസ്ക്കും സെൽഫും ഇല്ല എന്നുള്ളത് കാലികമായിട്ട് ഒരു അത്യാവശ്യമുള്ള സംഗതിയാണ് സെൽഫ് സ്റ്റാർട്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അതൊന്നും അതിലുപരിയായിട്ട് ഈ ഒരു വണ്ടിയുടെ ഒരു പഴയ വണ്ടി ഓടിക്കുന്ന ഒരു ഓട്ടോ ഡീകംപ്രഷനോട് വെച്ച് കഴിഞ്ഞാൽ ഡീകംപ്രഷൻ മാനുവൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ വണ്ടിൻ്റെ അതേ ഒരു ഇതിൽ ഫീല് കിട്ടുന്നൊരു വണ്ടിയാണ് UC സ്റ്റാൻഡേർഡ് വണ്ടി. എന്നാൽ ക്രാങ്ക് വെയിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ലോഞ്ച് ടോർക്കിൻ്റെ കാര്യത്തിലാണ് എല്ലാ രീതിയിലും ഞാൻ പറഞ്ഞില്ല 30 സ്പീഡിൽ ടോപ്പ് ഗിയറിൽ പോകുന്നുണ്ട്. ഈ വണ്ടി ഇപ്പോൾ ഓടിയേക്കുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് 80,000-90,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ടാവും. ഇതിൽ മീറ്റർ ഇതിൻ്റെതല്ല, അതുകൊണ്ട് തന്നെ മാറ്റിയതാണ്. എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ട് അത്ര ഓടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് മിക്കവാറും 90 ലക്ഷം കിലോമീറ്റർ മുകളിൽ ഓടാനാണ് സാധ്യത വണ്ടി. എഞ്ചിനൊന്നും ഇതുവരെ അയച്ചിട്ടൊന്നുമില്ല. എഞ്ചിൻ്റെ വർക്കൊന്നും വന്നില്ല. കസ്റ്റമർ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നൊരു വണ്ടിയാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കുന്ന വണ്ടിയാണ്. ഓവർ സ്പീഡിലൊന്നും ഉപയോഗിക്കുന്ന ഒരാളുമല്ല. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ശരിക്കും ആ ഒരു പഴയ CI എഞ്ചിൻ്റെ ആ ഒരു ഫ്ലോ എന്താണ് എന്നുള്ളത് ഈ വണ്ടിയോട് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട് കേട്ടോ.
ബുള്ളറ്റ് എന്താണ് എന്നുള്ളത്. ഇപ്പോൾ പഴയ കാലത്ത് ഇപ്പോൾ ജെ സീരീസ് ഒന്നും എടുത്തു കഴിഞ്ഞാൽ ഒരു പുതിയ യങ്സ്റ്റേഴ്സിനൊന്നും പുതിയ തലമുറക്കൊന്നും ചിലപ്പോൾ ബുള്ളറ്റിൻ്റെ പഞ്ച് എന്താണെന്ന് അറിയില്ല. ആ ബുള്ളറ്റിൻ്റെ പഞ്ച് എന്താ എന്ന് ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ CI എഞ്ചിൻ, അത് കഴിഞ്ഞാൽ UC എഞ്ചിൻ തന്നെ വേണം. വേറൊരു വണ്ടിക്കും അതിനോട് കടപിടിക്കാൻ കഴിയില്ല, വേറൊരു മോഡലിനും അതിന് കടപിടിക്കാൻ കഴിയില്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് എടുക്കുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. പഴയ ആ ഒരു വണ്ടിയുടെ പഴയ ബുള്ളറ്റ് CI എഞ്ചിൻ്റെ ആ ഒരു പവറോട് കൂടി, ആ ഒരു ടോർക്കോട് കൂടി, ആ ഒരു പെർഫോമൻസോട് കൂടി മാത്രമല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ, ബുള്ളറ്റ് ഓടിക്കുന്ന ഒരു സംതൃപ്തി കിട്ടുന്ന രീതിയിലുള്ളൊരു വാഹനം സ്റ്റാൻഡേർഡ് തന്നെയാണ്. ഞാൻ പറഞ്ഞത് അതിൻ്റെ മെയിൻ്റെനൻസ്, അതിൻ്റെ ഒരു കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ സെൽഫ് ഡിസ്ക് ബ്രേക്ക് മാത്രമേ ഉള്ളൂ. അത് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നുള്ളൂ. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും കൂടെ നമുക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതുള്ളൂ. പിന്നെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, സ്റ്റാൻഡേർഡ് പൊതുവേ മെയിൻ്റെനൻസ് കുറവാണെന്നുള്ളത്. യാതൊരു മെയിൻ്റെനൻസ് കുറവും സ്റ്റാൻഡേർഡിനില്ല. ബുള്ളറ്റ് സ്റ്റാൻഡേർഡും ക്ലാസിക്കും വെച്ച് നോക്കുമ്പോൾ 2 കാര്യങ്ങൾ ഇതിന് കുറവുണ്ട്. ഒന്ന് ഡിസ്ക് ബ്രേക്കും, ഒന്ന് സെൽഫ് സ്റ്റാർട്ടുമാണ്. ഈ 2 അധികമായിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ അഭാവത്തിൽ അതിന് വരുന്ന ഒരു മെയിൻ്റെനൻസ് കുറവ് എന്നല്ലാതെ ബാക്കിയുള്ള ഒരു കാര്യത്തിലും ഈ ഒരു വണ്ടി, സ്റ്റാൻഡേർഡ് വണ്ടി, മെയിൻ്റെനൻസിന് യാതൊരു കുറവില്ല. മെയിൻ്റെനൻസ് കൂടുതൽ എന്നല്ല, 2 വണ്ടിയും ഒരേ മാതിരി തന്നെ മെയിൻ്റെനൻസ് ഉള്ള വണ്ടിയാണ്. എല്ലാം തന്നെ ഒരേ പാർട്സ് തന്നെയാണ് വരുന്നത്, യാതൊരു മാറ്റവും വരുന്നില്ല. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ കാര്യത്തിൽ മാത്രം ഇപ്പോൾ നിലവിൽ 800 രൂപ വരുന്നുണ്ട്. ഹാൻഡിൽബാറിന് സ്റ്റാൻഡേർഡിന് ക്ലാസിക്കിന് 615 രൂപ മാത്രമേ വരുന്നുള്ളൂ. അത് ചെറിയൊരു മാറ്റം ഉണ്ടെന്നല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ സർവീസിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെയാണല്ലോ ആക്സിഡൻ്റൊക്കെ പറ്റി കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. ജനറൽ സർവീസ് പിന്നെ കോമൺ സർവീസൊക്കെ വെച്ച് നോക്കുമ്പോൾ സെയിം എക്സ്പെൻസ് തന്നെയാണ് വരുന്നത്. ഒരാളും ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് മെയിൻ്റെനൻസ് കുറവെന്ന് പറഞ്ഞ് പോകണ്ട. അതിൻ്റെ കാരണം ഇത് രണ്ടുമാണെന്ന് മനസ്സിലാക്കുക. സെൽഫ് സ്റ്റാർട്ട് ഇല്ല, ഡിസ്ക് ബ്രേക്ക് ഇല്ല, 2 മെയിൻ്റെനൻസ് ഇതിനില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് ആളുകളെല്ലാം പറഞ്ഞത്. ക്ലാസിക്കിന് സെൽഫ് സ്റ്റാർട്ട് മാറ്റി വരുന്ന സമയത്ത് 4500 രൂപ വൺ വേ ക്ലച്ചിന് ഒറിജിനൽ വില വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ആ ഒരു കിക്ക് സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫീച്ചർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു എക്സ്പെൻസ് കുറവാണ്, ഇല്ല എന്ന് പറയാം കേട്ടോ. വേറൊരു ഡിഫറൻറ്റും സ്റ്റാൻഡേർഡും ക്ലാസിക്കുമായിട്ടില്ല. റോഡ് വൈകുന്നേരം നല്ല തിരക്കാണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുന്ന റോഡാണ്. അപ്പം അതുകൊണ്ടാണ് സംസാരം കുറച്ച് ലാഗാക്കുന്നത്. ശ്രദ്ധ റോഡിലൂടെ വേണമല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടോർക്ക്, അതായത് ഈ ടോർക്ക് അനുഭവിച്ചറിയാൻ പഴയ വണ്ടി ഓടിക്കുന്ന സുഖം കിട്ടുന്നത് മാത്രമേ സ്റ്റാൻഡേർഡിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് കാണാനുള്ളൂ കേട്ടോ. പിന്നെ മാത്രമല്ല ഇതിൻ്റെ പില്ലൻ സീറ്റിൻ്റെ റൈഡിങ് കുറച്ചുകൂടി കംഫർട്ടാണ്. ക്ലാസിക്കിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി കംഫർട്ടാണ്. ഒന്നുകിൽ ആ ഒരു സീറ്റ് സ്ട്രൈറ്റ് 1 സീറ്റ് സിംഗിൾ സീറ്റ് വരുന്നതുകൊണ്ട് തന്നെ ആ ഫോം കുറച്ച് ഹാർഡുമാണ്. അതുകൊണ്ട് ബാക്കിലിരിക്കുന്ന ആൾക്കാർ താഴ്ന്ന് പോയിട്ട് ആ സോഫ്റ്റ് ഫോം കൊണ്ടുള്ള ഒരു നെഗറ്റീവാണ്. താഴ്ന്ന് പോയിട്ട് കുറച്ച് കഴിയും ബാക്ക് പെയിൻ എടുക്കുക എന്നുള്ള ആ ഒരു പ്രശ്നം ഈ സ്റ്റാൻഡേർഡിനില്ല. അപ്പോൾ എല്ലാ സ്റ്റാൻഡേർഡും 30 സ്പീഡിൽ പോകുന്നു വിചാരിക്കുകയും ചെയ്ത് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഓടി സെറ്റായ വണ്ടികൾ മാത്രമേ 30 സ്പീഡിൽ പോകുള്ളൂ കേട്ടോ. എല്ലാ സ്റ്റാൻഡേർഡും 30 സ്പീഡിലൊന്നും ഓടിക്കാൻ കഴിയില്ല. കാരണം എല്ലാ കാര്യത്തിൽ അതിൻ്റെ സർവീസും അതിൻ്റെ ട്യൂണിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ ലോൻ്റെ ടോർക്ക് നമ്മൾ കറക്റ്റായി അനുഭവിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് സ്റ്റാൻഡേർഡിനെ കുറിച്ച് തരാനുള്ള ചെറിയൊരു വിവരണം. അപ്പോൾ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വെസ്റ്റ് മാർക്കറ്റിൽ പോകാൻ ആളുകൾ എങ്ങനത്തെ ആളുകളാണ് സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്യേണ്ടത് നോക്കിയാൽ പിന്നെ മനസ്സിലായി കാണും തോന്നുന്നു. നമുക്ക് അടുത്ത് ക്ലാസിക്കിനെ നോക്കാം. നമ്മൾ നോക്കാൻ പോകുന്ന ക്ലാസിക്കാണ്. ഇത് 47,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നോക്കുക. പിന്നെ ഇത് നമ്മുടെ അടുത്ത് വന്ന കംപ്ലയിൻസ് സെൽഫ് സ്റ്റാർട്ടായിരുന്നു. സെൽഫ് സ്റ്റാർട്ട് പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു ആഫ്റ്റർ മാർക്കറ്റ് വേണോ ഒറിജിനൽ വേണോ എന്ന് ചോദിച്ചപ്പം അവർക്ക് തുടക്കത്തിൽ ആഫ്റ്റർ മാർക്കറ്റ് ആയ കുഴപ്പമില്ല എന്നുണ്ടായിരുന്നു. പക്ഷേ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ ഒറിജിനൽ മതിയെന്നായി. കാരണം എപ്പോഴും വൺ വേ ക്ലച്ച് മാറ്റുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2500-2000 റുപ്യ കൊടുത്ത സാധനം കിട്ടാനുണ്ടാവും. അതിട്ടിട്ട് എത്രത്തോളം ഓടും എന്നുള്ളത് നോക്കുക. കാരണം നമുക്കൊരു 6 മാസം ഓടിയിട്ട് വീണ്ടും 2500 മുടക്കുന്നേക്കാൾ ഏറ്റവും നല്ലത് ഒറ്റ സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ 2-3 കൊല്ലം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞു കൊടുത്തപ്പം പുള്ളിക്കാരന് ഒറിജിനൽ വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലാസിക് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിക് ടച്ചുള്ള വണ്ടിയാണ്. 18 ഇഞ്ച് ടയറാണ് ബാക്കിൽ വരുന്നത്. സ്പ്രിങ് സീറ്റാണ് വരുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒക്കെ ഒന്ന്
സ്റ്റാൻഡേർഡാണ് കുറച്ചുകൂടെ കാല് എത്തിയെന്ന് എൻ്റെ ഇതിൽ എനിക്ക് കാലെത്തിയിട്ടുള്ള സ്റ്റാൻഡേർഡാണ്. കാരണം കുറച്ച് കുഴിഞ്ഞ സീറ്റായതുകൊണ്ട് റൈഡേഴ്സിന് കുറച്ചുകൂടി കംഫർട്ടായിട്ട് ഇരിക്കാൻ സ്റ്റാൻഡേർഡിന് പറ്റുന്നുണ്ട്. ക്ലാസിക് കുറച്ച് സ്ട്രൈറ്റ് സീറ്റാണല്ലോ. അത് നോക്കണ്ട, നിങ്ങളെ ഹൈറ്റ് അനുസരിച്ച് നിങ്ങൾ വണ്ടി സെലക്ട് ചെയ്യുക. ഹൈറ്റിനല്ല ഇതിന് പ്രധാനം. രണ്ടും ഏകദേശം സെയിം ഇതിൽ തന്നെയാണ് വരുന്നത്. 1 ഇഞ്ച് ടയറിന് മാറ്റേണ്ടതൊന്നും വല്ലാതെ തന്നെ എഫക്റ്റ് ആവില്ല. അപ്പോൾ ഞാൻ ഈ വണ്ടി സ്പീഡ് കൂട്ടി പെട്ടെന്ന് തന്നെ ടോപ്പ് ഗിയറിലേക്ക് എത്തിക്കുകയാണ്. ഇത് നോക്കാം, ഈ വണ്ടി പിടിച്ച് കളിക്കുകയാണ്. പോകുന്നത് 40 സ്പീഡിൻ്റെ അടുത്താണ്. ഇപ്പോൾ ഈ വണ്ടി ഇടിച്ച് കളിക്കുകയാണ്, കുത്തി കളിക്കുകയാണ്. പക്ഷെ ഇതെപ്പോഴാണ് സ്റ്റേബിളാണെന്ന് നോക്കാം. ഇപ്പോൾ ചെറുങ്ങനെ ഇടിച്ച് കളിക്കുന്നുണ്ട്. ഒരു 45, കാരണം ഇത് 50,000 കിലോമീറ്ററിനടുത്ത് വണ്ടി ഓടി. ഒരു 45 എബോ 15ൻ്റെ ഗ്യാപ്പിലാണ് ശരിക്കും വണ്ടി സ്റ്റേബിളായിട്ട് പോകുന്നത്. അല്ലാതെ വണ്ടി ഇടിച്ച് കളിക്കുകയാണിത്. അപ്പോൾ ക്ലാസിക്കിന് സെൽഫ് സ്റ്റാർട്ട് ഡിസ്ക് ബ്രേക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സ്റ്റാൻഡേർഡിനേക്കാളും വില കൂടിയ വണ്ടിയായിരുന്നു ആ ഒരു കാലത്ത്. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി ഹൈ സ്പീഡ് കാപ്പബിലിറ്റി കുറച്ച് കൂടിയ വണ്ടിയാണ് കേട്ടോ ക്ലാസിക്. സ്റ്റാൻഡേർഡിനേക്കാളും കുറച്ചുകൂടി പിക്കപ്പ് കൂടും വണ്ടിക്ക്. അത് എടുത്ത് പോകാനുള്ള ഒരു പ്രവണത കൂടുതലാണ്. പിന്നെ അതുമാതിരി നേരെ ലോണ്ട് ടോർക്കിൻ്റെ കാര്യത്തിൽ നേരെ നെഗറ്റീവാണ്. അത് സ്ലോ സ്പീഡിൽ പോലെ കുറച്ച് ഗിയർ അടിക്കടി ചേഞ്ച് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ക്ലാസിക്കിൻ്റെ ഒരു മൈനസായിട്ട് എനിക്ക് പറയാനുള്ളത്. സ്റ്റാൻഡേർഡിന് ഗിയർ അടിക്കടി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ടോപ്പ് ഗിയറിലായി കഴിഞ്ഞാൽ ഒരുവിധം ലോ സ്പീഡിലൊക്കെ വണ്ടി നമുക്ക് ഓടിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഇത് 45 ആകുമ്പോഴേക്ക് തന്നെ പില്ലൻ റൈഡേഴ്സൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും ഒരു 45 സാധാരണ 50 ഒക്കെയാണ് ഞാൻ പറയാറുള്ളത്. എന്നാൽ 45 ആകുമ്പോഴേക്ക് തന്നെ വണ്ടി ഇടിച്ച് കളിക്കും. പിന്നെ നമ്മൾ എടുത്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഗിയർ ഡൗൺ ചെയ്താലേ ശരിക്ക് എടുത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലാസിക്കിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ടും അത് തന്നെയാണുള്ളത്. അത് മനസ്സിലാക്കുക. ക്ലാസിക് ആകുമ്പോൾ കുറച്ചൊരു ഹൈ സ്പീഡ് പിക്കപ്പ് കുറച്ച് കൂടുതലാണ് വണ്ടിക്ക്. അതുപോലെ തന്നെ ലോ സ്പീഡ് കുറവുമാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ സ്ലോ ആയിക്കഴിഞ്ഞാൽ കുറച്ച് ഗിയർ അടിക്കടി ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യം ക്ലാസിക്കിന് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡിന് ആ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് ഷോർട്ടായിട്ട് പറഞ്ഞാൽ കേട്ടോ. പിന്നെ നമ്മളെ കാലത്തിന് ചോദിച്ച വണ്ടിയാണ് ക്ലാസിക് എന്ന് തന്നെ പറയാം. ഏറ്റവും കൂടുതൽ ആളുകളെ ജനകീയമായ ഒരു വാഹനമാണ് ക്ലാസിക്. കാരണം ഒന്ന് സെൽഫും ഡിസ്ക് ബ്രേക്കുമാണ്, സെൽഫ് സ്റ്റാർട്ടും ഡിസ്ക് ബ്രേക്കുമാണ്. പിന്നെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ ഭാരിച്ച ചിലവ് കാരണം വല്ലപ്പോഴും വല്ല ഒരു പൈകായിട്ടൊരു വാഹനമാണ് ക്ലാസിക്. വല്ല ചിലവാണ്, എക്സ്പെൻസാണെന്ന് പറയാനുള്ള കാരണം ഒന്നുകിൽ ഒന്ന് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവർ സെൽഫ് സ്റ്റാർട്ട് കംപ്ലൈൻ്റ് ആണ സമയത്ത് ആഫ്റ്റർ മാർക്കറ്റ് പ്രോഡക്റ്റ് വാങ്ങിച്ചിടും. അത് 6 മാസം കഴിയുമ്പോൾ പിന്നെ വീണ്ടും പോകും. പിന്നെ ഈ പൈസ ഇങ്ങനെ മുടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കത് ഭാരമായിട്ടാണ് തോന്നുന്നത്. എത്രയാണെങ്കിലും കൂടെ 1000 ആണ് മുടക്കുന്നെങ്കിൽ മാസത്തിൽ 1000 മുടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ വൺ ടൈം ആ ഒറിജിനൽ പാർട്സ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. 2, 3, 4 വർഷം സുഖമായിട്ട് ഓടുന്ന സാധനമാണ് വൺ വേ ക്ലച്ച്. 5 വർഷമായിട്ട് മാറ്റാറ് വൺ വേ ക്ലച്ചൊക്കെ ഉണ്ടായിരുന്നു നമുക്കടുത്ത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അപ്പോൾ അത് അത്രയും ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഒറിജിനൽ പാർട്സ്. അപ്പോൾ അതിനെ നേരെ പകുതി കൊടുത്തിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ചിട്ട് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സെയിലിനൊക്കെ ഉപയോഗിക്കുന്ന ആൾ കൂടുതലായിട്ടും ഡീലർമാരാണ് ഉപയോഗിക്കേണ്ടത് ട്രാക്ക് ക്ലച്ച് ആഫ്റ്റർ മാർക്കറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് സൂട്ടാകുക നോക്കി കഴിഞ്ഞാൽ അപ്പോൾ നമ്മളതാണല്ലോ ചർച്ച. ബാക്കിയുള്ള മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങൾ രണ്ടും സെയിം ആണെന്ന് പറഞ്ഞു. സ്റ്റാൻഡേർഡിന് സെൽഫ് സ്റ്റാർട്ട് ഇല്ല, ഡിസ്ക് ബ്രേക്ക് ഇല്ല എന്നുള്ള മെയിൻ്റനൻസ് കുറവ് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ വണ്ടി പെട്ടെന്ന് എടുത്ത് പോകാനും പെട്ടെന്ന് ഒരു കിക്ക്, പിന്നെ ട്രാവലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്, കുറച്ചുകൂടി 50ൻ്റെ മുകളിൽ മാത്രം ക്രൂസ് ചെയ്യുന്ന ആളാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല വണ്ടി തന്നെയാണ് ക്ലാസിക്. അല്ലെങ്കിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതല്ല ലോ എൻഡ്, നമ്മളിപ്പോൾ ഹൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ 50-100+ പിടിച്ച് പോകേണ്ട ഒരു വണ്ടിയല്ല. ഒരു 70-80 കിലോമീറ്ററിൽ സ്പീഡിൽ പിടിച്ച് പോകേണ്ട വണ്ടിയാണ് റോയൽ എൻഫീൽഡ്. ആ രീതിയിലും ക്രൂസ് ചെയ്ത് കൊണ്ടുപോകുന്ന വണ്ടിയാണ് റോയൽ എൻഫീൽഡ്. അതുപോലെ ഒരു ഹൈ സ്പീഡിന് ഒരു പ്രസക്തി ഇതിലില്ലാന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ബുള്ളറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലോ എൻഡ് ടോർക്ക് അനുഭവിച്ച് പോവുക എന്നുള്ളതാണ് റൈഡിങ്ങിൻ്റെ ഒരു സുഖം എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ സ്റ്റാൻഡേർഡാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു ക്ലാസിക്കറിന് വാഹനങ്ങൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് യൂസ് ചെയ്ത് പോകാമെന്നുള്ളതാണ്. പെട്ടെന്ന് ഓഫായി കഴിഞ്ഞാൽ പേടിക്കേണ്ട കാര്യങ്ങൾ സെൽഫ് സ്റ്റാർട്ട് ഉണ്ട്. പിന്നെ ബ്രേക്കിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല, ഡിസ്ക് ബ്രേക്കും ഉണ്ട്. അപ്പോൾ അതന്നെയാണ്. പിന്നെ ഞാൻ BS3 BS4 വണ്ടികളെ കുറിച്ചാണ് പറഞ്ഞു കേട്ടോ. BS3 വണ്ടികളെ കുറിച്ച് പിന്നീട് വന്ന വണ്ടി സ്റ്റാൻഡേർഡിൽ KSൽ സെൽഫും ഡിസ്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് ഡിസ്ക് ബ്രേക്ക് മാത്രമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്.
പിന്നെ ES-ലാണ് നമുക്ക് സ്റ്റാൻഡേർഡിൽ BS6-ലാണ് നമുക്ക് സെൽഫ് സ്റ്റാർട്ടും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആൾക്ക് സ്റ്റാൻഡേർഡ് തന്നെ വേണം, സെൽഫും ഡിസ്ക്കും വേണം എന്നുള്ളവർക്ക് BS6-ലേക്ക് പോകാം. പക്ഷേ അത് അല്പം ഒരു എക്സ്പെൻസീവാണ് മെയിൻ്റനൻസ് കെയർ ചെയ്തില്ല എങ്കിൽ കേട്ടോ. അല്പം എന്നേ പറയുള്ളൂ, അല്ലാന്ന് പറയില്ല. എല്ലാ വണ്ടിക്കും ആ ഒരു ചിലവ് സെയിം തന്നെയാണ്. ശ്രദ്ധിച്ചില്ല എങ്കിൽ മാത്രം. പിന്നെ മെയിൻ കാര്യങ്ങൾ BS6 വണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ബാറ്ററിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് 2, 3, 4 വർഷം മാക്സിമം നീട്ടി കൊണ്ടുപോയത്. ബാറ്ററിയൊക്കെ ഇപ്പോൾ 2, 3 വർഷം കഴിഞ്ഞ് കുറച്ച് വീക്കുന്ന അപ്പം മാറ്റിക്കളയുക. ആ ഒരു ബാറ്ററിൻ്റെ ഒരു വോൾട്ടേജ് വേരിയേഷനാണ് ECM ഒക്കെ ഒരു പരിധി വരെ ECM അടിച്ചു പോകാനുള്ള കാരണം. അതും ശ്രദ്ധിക്കുകയാണ് BS6 ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഒരു മാറ്ററിലല്ലെങ്കിലും എൻ്റെ കൂടെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ 2 വണ്ടിയിൽ ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് യോജിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, പില്ലർ റൈഡേഴ്സിന് ഒരു ബുദ്ധിമുട്ടാണ്. ക്ലാസിക്കിൻ്റെ യാത്ര, ബാക്കിൽ നിന്ന് യാത്ര ചെയ്യുക, ലോങ് യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് വല്ല സീറ്റ് റെസ്റ്റ് ഒക്കെ വെച്ചിട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഹാൻഡ്ലിങ്ങും കുറച്ച് ഒരു ഒരു മസിൽ പിടിച്ച പഴയ ബുള്ളറ്റിൻ്റെ ആ ഒരു പൊസിഷനുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊരു കൈക്കൊരു വെയിറ്റ് തോന്നുന്നുണ്ട് സ്റ്റാൻഡേർഡിന് കേട്ടോ. ക്ലാസിക്കിന് അത് വെയിറ്റ് കൊടുത്ത് ഓടേണ്ട വണ്ടിയാണ്. ലോങ് റൈഡിന് കുറച്ച് മുഷിപ്പുളവാക്കുമെന്ന് തോന്നുന്നു. സ്റ്റാൻഡേർഡ് കുറച്ചുകൂടി ഫ്രീ ആണ്, അതാണ് വാസ്തവം. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ 2 വണ്ടിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അതിന് എനിക്ക് കഴിവിൻ്റെ പരമാവധി ആൻസർ ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോ വേണമെങ്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.